ആഗോള അയ്യപ്പ സംഗമം പ്രതീക്ഷിച്ചതിലും വിജയമെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. 4126 പേർ സംഗമത്തിന്റെ ഭാഗമായി 642 പേർ ഒരു കൗണ്ടറിൽ മാത്രം രജിസ്റ്റർ ചെയ്തവരുടെ കണക്കാണ്. ഇത് കാട്ടിയാണ് ചില മാധ്യമങ്ങൾ ആളുകൾ കുറഞ്ഞെന്ന് പ്രചരിപ്പിക്കുന്നതെന്നും വാസവൻ പറഞ്ഞു. 4126 പ്രതിനിധികളാണ് ഈ മഹാസംഗമത്തിൽ പങ്കെടുത്തത്. ചർച്ചകൾക്കായി വേർതിരിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത് അതിനോട് താല്പര്യമുള്ളവരാണ് അതിൽ പോയിട്ടുള്ളത്. അപ്പോൾ കുറേ ആളുകൾ എക്സിബിഷൻ കാണുന്നതിന് വേണ്ടി മാറിയിട്ടുണ്ട്, കുറേ ആൾ ഭക്ഷണം കഴിക്കാൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ചർച്ചകളിൽ താല്പര്യമുള്ളവരും പേര് കൊടുത്തവരുമാണ്. ചില ആൾ തെറ്റിദ്ധരിച്ച് ഒരു കൗണ്ടറിലെ മാത്രം നമ്പർ എടുത്തിട്ട് അതാണ് പങ്കെടുത്തതെന്ന് വാർത്തകൾ വന്നതായിട്ട് ഞങ്ങൾ കണ്ടു. ഒരു കൂട്ടർ 648 എന്ന് പറഞ്ഞ ഒരു കൗണ്ടറിലെ രജിസ്ട്രേഷനാണ്. ഏത് ചർച്ചയ്ക്ക് വേണ്ടി പോകുന്ന ഞങ്ങളിതാ ക്രൗഡ് മാനേജ്മെൻറ്റിൽ ചർച്ചയ്ക്ക് പോകുന്നു 648, അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാനിൽ സംസാരിക്കാൻ പോകുന്നു 950, ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടാണ് അതും വിട്ടിരുന്നത്. അപ്പോൾ അത് മാത്രം എടുത്തിട്ട് കൊടുത്തിട്ട് അതാണ് കൗണ്ടറിൽ കണ്ടത് എന്ന് പറഞ്ഞ രൂപത്തിലേക്കുള്ള പ്രചരണം അഴിച്ചുവിട്ടവരുണ്ട്. ആ ബഹുമാനരായ ഞങ്ങളോട് ഞങ്ങൾ പറയുന്നു, കൃത്യമായി കണക്ക് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. വി.എസ്. അനുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. വി.എസ്. അനു, എന്തായാലും ഒരുപാട് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഒടുവിൽ ഇന്നിപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടന്നിരിക്കുകയാണ്. ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ എന്താണ് മന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നത്? പ്രത്യേകിച്ചും ആളുകളുടെ പങ്കാളിത്തം അടക്കമുള്ള കാര്യങ്ങളിൽ മന്ത്രി എന്താണ് പറയുന്നത്? സ്വാതി, ആഗോള അയ്യപ്പ സംഗമം പമ്പാ തീരത്ത് അതിൻ്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിലാണ്. ഇവിടെ ഇപ്പോൾ ഗാനമേള, അതായത് അയ്യപ്പ ഭക്തി ഗാനമേളയാണ് നടക്കുന്നത്. ഏതായിരുന്നാലും പരിപാടി വൻ വിജയം എന്ന് തന്നെയാണ് സർക്കാർ ആവർത്തിക്കുന്നത്. മന്ത്രി വി.എൻ. വാസവൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇക്കാര്യം തന്നെയാണ് പറയുന്നത്. അവർ പറയുന്നത് കൂടുതൽ വിദേശ പ്രതിനിധികൾ എത്തിയത്, വിദേശ പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ വിദേശ പൗരന്മാരല്ല, വിദേശത്ത് വർഷങ്ങളായി താമസിക്കുന്ന മലയാളികൾ, അയ്യപ്പ ഭക്തരായിട്ടുള്ള മലയാളികളും ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് വിദേശ പ്രതിനിധികൾ എന്ന രീതിയിൽ അവർ കാണുന്നത്. ആ തരത്തിൽ ശ്രീലങ്കയിൽ നിന്നും കൂടുതൽ ആളുകളെത്തി, മറ്റു രാജ്യങ്ങളിൽ മലേഷ്യ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്നെത്തി. അവരൊക്കെ ഇന്നത്തെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വിവിധ സെഷനുകളിൽ പങ്കെടുത്ത് അവരുടെ ശബരിമലയിൽ എന്തൊക്കെ വികസനങ്ങൾ ഉണ്ടാക്കാം, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള കാര്യത്തിൽ അവർ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികളടക്കം നമുക്കിവിടെ കാണാം, നിരവധി ഇടങ്ങളിൽ നിന്നുള്ള കുട്ടികളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം രാഷ്ട്രീയമായി ഈ പരിപാടി എത്രമാത്രം വിജയം എന്നുള്ളത് അവിടെ സർക്കാരിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവാണ്. കാരണം NSSൻ്റെയും SNDP യോഗത്തിൻ്റെയും ഒക്കെ പിന്തുണ തേടിക്കൊണ്ട് അവരെ ഈ പറയുന്ന പരിപാടിയുടെ സദസ്സിലേക്ക് മുഖ്യമന്ത്രിയുടെ, ദേവസ്വം മന്ത്രിയുടെ ഒപ്പം അവിടെ എത്തിക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞു. മലയാള സംഘം, അതുകൂടാതെ തന്നെ KPMS ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളെ എത്തിക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് അവരുടെ വിജയം. ആ തരത്തിൽ അവർക്ക് അവകാശപ്പെടാം. അതേസമയം ചില സമയങ്ങളിൽ, ചില സെഷനുകളിൽ നടന്ന സമയങ്ങളിൽ ഡെലിഗേറ്റുകളുടെ സാന്നിധ്യം ഇവിടെ ഹാളിൽ കുറവായിരുന്നു, കസേരകളിൽ ആളില്ലാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ പ്രോഗ്രസീവായിട്ടുള്ള, വളരെ ക്രിയാത്മകമായിട്ടുള്ള സെഷനുകളിലെ അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. എങ്ങനെ ശബരിമലയെ ആഗോളതലത്തിലേക്ക് ഉയർത്താൻ വേണ്ടി കഴിയും, എങ്ങനെയാണ് ഇവിടുത്തെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുക. ആഗോള അയ്യപ്പ സംഗമമേ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ വിവരങ്ങളാണ് വി.എസ്. അനു നൽകിയത്.